വളരെ കോമൺ ആയി കണ്ടുവരുന്നതും നമ്മൾ വളരെ ഈസിയായി ഇഗ്നോർ ചെയ്യുന്നതുമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ്. ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിന് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇത് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും എന്നുള്ളത് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ റിനോൺഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഐശ്വര്യാണ്. ഹായ് ഡോക്ടർ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത്, ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് എന്താണെന്നും അത് ഇത്ര കോമൺ എന്താണെന്നും പറയാമോ? ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിനെ, മുടിയെ അല്ലെങ്കിൽ നഖത്തിനെ ഒക്കെ അണുബാധ മൂലം ഉണ്ടാകുന്ന ചർമ്മത്തിന്റെ രോഗങ്ങളെയാണ് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള അവയവം നമ്മുടെ ചർമ്മം തന്നെയാണ്. കൂടാതെ നമ്മുടെ ചർമ്മത്തിലെ ഇടുക്കുകൾ, അതായത് ഈർപ്പം, ചൂട് ഒക്കെ തങ്ങി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ബാക്ടീരിയ, ഫംഗൈ ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസിന് തഴച്ച് വളരാനുള്ള ഒരു അനുയോജ്യമായ സാഹചര്യമാണുള്ളത്. അതിനോടൊപ്പം തന്നെ ശുചിത്വമില്ലായ്മയും പിന്നെ ഓവർ ക്രൗഡിങ്, അതായത് ഒരുപാട് പേര് ചേർന്ന് ഒരു ഏരിയയിൽ തന്നെ ജീവിക്കുന്നത്, അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ക്യൂട്ടേനിയസ് അണുബാധകൾ പടർന്ന് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇനി ഇതിന് പുറമെ ഇപ്പം നമുക്ക് പ്രമേഹം പോലെയുള്ള പ്രതിരോധം കുറയ്ക്കുന്ന അസുഖങ്ങളും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വാദം പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ്, കീമോതെറാപ്പി അതുപോലെയുള്ള മരുന്നുകൾ, പ്രതിരോധം കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത നമുക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഓൾറെഡി എക്സീമ, സോറിയാസിസ് അതുപോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് അവരുടെ സ്കിൻ ബാരിയർ ഓൾറെഡി കോംപ്രമൈസ്ഡ് ആണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ, ഇതിന്റെ കോമൺ കോസസ് എന്തൊക്കെയാണ്? ലൈക്ക് ഇപ്പോൾ ഫംഗൈ, ബാക്ടീരിയ അതൊക്കെ തന്നെയാണോ? ആൻഡ് ഇതിന് കുറച്ച് എക്സാമ്പിൾസ് എന്താണ്, ലൈക്ക് ടു കോമൺ പീപ്പിളിന് അറിയാനായിട്ട്? അപ്പം സാധാരണഗതിയിൽ നമ്മൾ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിനെ തരം തിരിച്ചിരിക്കുന്നത് അതുണ്ടാക്കുന്ന രോഗാണുവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അത് ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് വരാം, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം. നമുക്ക് സുപരിചിതമായിട്ടുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഉണ്ടാക്കുന്നത് സ്റ്റെഫലോകോക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് പോലെയുള്ള ബാക്ടീരിയയാണ്. അപ്പം അതിനകത്ത് തന്നെ കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖം ഇംപെറ്റേഗോ ആണ്. ഇംപെറ്റേഗോ എന്ന് പറയുന്നത് സാധാരണ കുമിളകളായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോയിഷ് ഒരു തേനിന്റെ നിറത്തിലുള്ള ഒറ്റകളുള്ള മുറിവുകളായിട്ടോ കുട്ടികളിൽ കാണും. ഇനി അതല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സെല്ലുലൈറ്റിസ് ആണ്. അത് കൂടുതൽ ഈ പ്രമേഹമുള്ളവരിൽ അല്ലെങ്കിൽ പ്രതിരോധം കുറഞ്ഞ രോഗികളിൽ അവർക്കൊക്കെ യൂഷ്വലി കാലുകളിലാണ് സെല്ലുലൈറ്റിസ് ഉണ്ടാകുന്നത്. അത് വേദനയും നീരും ചോപ്പും ഒക്കെ ആയിട്ടാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത്. ഈ ഈവൻ നമ്മുടെ മുടിയുടെ സുഷിരങ്ങളിൽ പോലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിന്റെ തീവ്രത അനുസരിച്ച് അതിന് ഫോളിക്കുലൈറ്റിസ് എന്നോ അല്ലെങ്കിൽ ഫറങ്ലോസിസ് എന്നോ കാർബംഗിൾ എന്നോ ഒക്കെ പല പേരിലായിട്ട് അത് അറിയപ്പെടുന്നു. ഫംഗസിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഏത് ഭാഗത്തിനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അതിനെ ടീനിയ ക്യാപിറ്റൽസ്, ടീനിയ പെഡിൽസ്, ടീനിയ ക്രൂഡൽസ് അങ്ങനെ പല പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നത്. ഈ ഫംഗസിനകത്ത് തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തേമലാണ്. അതായത് പിറ്റീരിയാസിസ് വെർസിക്കോളോ എന്ന് പറയുന്ന അസുഖമാണ്. ഇത് ഒന്നെങ്കിൽ വെളുത്ത കളറിലോ അല്ലെങ്കിൽ കറുത്ത കളറിലോ ഉള്ള ചെറിയ പൊരിച്ചിലും ചൊറിച്ചിലും ഒക്കെ ആയിട്ടുള്ള പാടുകളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് പ്രമേഹമൊക്കെ ഉള്ള അല്ലെങ്കിൽ പ്രതിരോധം ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന രോഗികൾ, അവർക്ക് സാധാരണയായിട്ട് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാൻഡിഡിയാസിസ് ആണ്. അതവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്ക് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഗുഹ്യഭാഗത്തോ അല്ലെങ്കിൽ വായ്ക്കകത്തോ ഒക്കെ വെളുത്ത പാടകളായിട്ടാണ് കാണുന്നത്. ഈ വൈറസുകളിൽ നമുക്ക് കുറച്ചെങ്കിലും പരിചയമുള്ളത് ചിക്കൻ പോക്സ്, തക്കാളിപ്പനി, പിന്നെ അതായത് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അല്ലെങ്കിൽ മൊളസ്കം കണ്ടേജിയസും പാലുണ്ണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരിമ്പാറയായിട്ട് വരുന്ന വെറുക്ക, പിന്നെ ഹെർപ്പിസ് രോഗം. ഹെർപ്പിസ് ചെറിയ ചെറിയ മുറിവുകളായിട്ട് വായിക്കാകത്തോ ഗുഹ്യഭാഗങ്ങളിലോ ഒക്കെ ആയിട്ട് വരുന്നത്. പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിലുപരി ഒരു പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു പദം. അത് ഇപ്പം മൈറ്റുകൾ ഉണ്ടാക്കുന്ന സ്കേബീസ് ആവാം, അല്ലെങ്കിൽ പേനുകൾ ഉണ്ടാക്കുന്ന പെഡിക്കിലോസിസ് ആവാം, അല്ലെങ്കിൽ മണ്ണുമായിട്ടൊക്കെ അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്കാണെങ്കിൽ ക്യൂട്ടേനിയസ് ലാർവ മൈഗ്രൻസ് അല്ലെങ്കിൽ ലാർവ കറൻസ് പോലെയുള്ള അസുഖങ്ങളും വരും. അപ്പോൾ ഡോക്ടർ, ഏതെങ്കിലും പെർട്ടിക്കുലർ സ്കിൻ ടൈപ്സ് ആണോ അല്ലെങ്കിൽ സർട്ടൻ ഏജ് ഗ്രൂപ്പ്സിലുള്ളവരാണോ മോർ പ്രോൺ
അതോ എല്ലാവർക്കും ഒരുപോലെ വരാവുന്നതാണോ ഇൻഫെക്ഷൻസ്? പ്രായം തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിന് സാധാരണമായിട്ട് പ്രായമായിട്ട് അനുബന്ധിച്ചുണ്ടാവുന്ന ഘടനയിലും പ്രതിരോധത്തിലും ഉള്ള വ്യത്യാസം കാരണം അവർക്ക് മോർ പ്രോൺ ആവാം. ഉദാഹരണത്തിന് കുട്ടികളിലാണെങ്കിൽ അവരുടെ പ്രതിരോധം അത്ര ഡെവലപ്ഡ് അല്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് അണുബാധയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അതുപോലെ കൗമാരക്കാരിലാണെങ്കിൽ അവരുടെ സെബേഷ്യസ് ഗ്ലാൻസ് അത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രായമാണ്. അപ്പം അവർക്ക് ഓയിൽ സെക്രഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത് കാരണം അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അത് ആക്നെ അല്ലെങ്കിൽ ഫോളിക്കുലൈറ്റിസ് പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുട്ടികളെ പോലെ തന്നെ ഈ പ്രായമായവരിലും ഗർഭിണികളിലും ഒക്കെ ഇതുപോലെ പ്രതിരോധം കുറഞ്ഞ ഒരു ചർമ്മമാണ്. അപ്പം അതിനോടൊപ്പം തന്നെ അവർക്ക് പ്രമേഹം പോലെയുള്ള പ്രതിരോധം കുറയ്ക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ഈ സാധാരണ മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സമ്പർക്കങ്ങൾ, യാത്രകൾ, ലൈംഗികമായി പടരുന്ന രോഗങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ട് അണുബാധയായിട്ട് കാണുന്നത്. ഇപ്പോഴൊക്കെ ഈ സ്കിൻ ടൈപ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിൻ, നേരത്തെ പറഞ്ഞ കണക്ക് സെബേഷ്യസ് സെക്രഷൻസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫോളിക്കുലൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരായിരിക്കും. അപ്പോൾ ഡോക്ടർ ഇപ്പം യൂഷ്വലി എന്തെങ്കിലും ഒരു ഇച്ചിങ്ങോ ഒരു പാച്ചോ വന്ന സോ അതിന് ഉടനെ മെഡിക്കൽ അറ്റൻഷൻ സീക്കുക. അല്ല പീപ്പിൾ അവർ വീട്ടിലുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് അത് ഹീൽ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇൻഫെക്ഷനുകളെല്ലാം സാധാരണ നമുക്ക് വളരെ ഈസിലി ഒരു ഷോർട്ട് കോഴ്സിന്റെ മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷൻ അത് ആക്ച്വലി ചികിത്സിക്കാനായിട്ട് വളരെ പ്രയാസമുള്ളതല്ലെങ്കിലും ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുട്ടി വളരെ പെട്ടെന്ന് തന്നെ ബെറ്റർ ആവുന്നതാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ല, ശരിയായിട്ടുള്ള ആന്റിബയോട്ടിക് ശരിയായിട്ടുള്ള അളവിൽ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അത് കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് കിഡ്നിയെ വരെ ബാധിക്കാവുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് വരാം. അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് ചിക്കൻ ബോക്സ് വരുമ്പോൾ നമ്മൾ അത് വളരെ ലൈറ്റായിട്ട് എടുത്ത് അത് ചിക്കൻ ബോക്സ് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. സാധാരണത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പോലും അത് തന്നെ റിസോൾവ് ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായവരിൽ, ഗർഭിണികളിൽ, അങ്ങനെ പ്രതിരോധം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ നമ്മൾ അത് അങ്ങനെ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അവരുടെ തലച്ചോറിനെ ബാധിക്കുമ്പം എൻകെഫലൈറ്റിസ് ആയിട്ടോ മെനിജൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെ ബാധിക്കാം, ന്യൂമോണിയ ആയിട്ട് വരാം, വാരിസെലർ ന്യൂമോണിയ ആയിട്ട്. അതുപോലെ അതുകൊണ്ട് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് സസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മളത് വെച്ചോണ്ടിരിക്കാതെ തുടക്കത്തിൽ തന്നെ ഒരു വിദഗ്ധ ചികിത്സ തേടുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഡോക്ടർ ഇതിന്റെ കോമൺ കോസസ് എന്തൊക്കെയായിരിക്കും? ലൈക്ക് ഈ അല്ലെങ്കിൽ ശുചിത്വം മാത്രമാണ് അതിനൊരു റീസൺ, അത് വേറെയും ഫാക്ടേഴ്സ് ആയിരിക്കും? ശുചിത്വം ഡെഫിനറ്റ്ലി ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ ഒരു നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിനകത്ത് നമുക്ക് ചൂടും ഈർപ്പവും ഒക്കെ കൂടുമ്പം ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ അണുബാധയുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ചർമ്മത്തിന് സ്കിൻ ബാരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലൊരു രോഗം ഉണ്ടെങ്കിൽ, സോറിയാസോ എക്സീമിയൊക്കെ പോലെയുള്ള രോഗങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിന്റെ ഒരു കോസ് ആവാം? ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ഒരു പരിധിവരെ ബാധിക്കാം. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് വ്യായാമം ഒട്ടും ഇല്ലാത്ത അവസ്ഥ, ഉറക്കക്കുറവ്, ഭയങ്കര സ്ട്രെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധത്തിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രെസ്സൊക്കെ നമുക്ക് മറ്റ് ചർമ്മരോഗങ്ങളുള്ള ഇപ്പോൾ സോറിയാസ് പോലെയുള്ള ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കിൻ ബാരിയറിന് ഡെഫിസിറ്റ് വരുമ്പോൾ വീണ്ടും ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ അതല്ലാതെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോതിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലൈക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യാനായിട്ട് പറയുന്നത്. സിന്തറ്റിക് ക്ലോത്ത്സ് ഒക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ ഹോട്ട് ആയിട്ടുള്ള ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പ്രോഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ തമ്മിൽ ഷെയർ ചെയ്യുന്നതൊക്കെ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് പടർന്നു പിടിക്കാനായിട്ടൊരു കാരണമാകും. അപ്പോൾ ഡോക്ടർ, എന്തെങ്കിലും ഒരു ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ വന്നു, അതൊരു അണ്ടർലൈൻ കണ്ടീഷൻ കാരണമാവാമോ? അതെ, റെക്കറന്റ് ആയിട്ട്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി നമുക്ക് റിക്കറന്റ് ആയിട്ട് എപ്പോഴും അടിക്കടി ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തു വീണ്ടും വരുന്നു അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് അണ്ടർലൈൻ ആയിട്ട് പ്രതിരോധത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, നമുക്ക് വേറെ
രോഗങ്ങൾ, പ്രമേഹം പോലെയുള്ളതോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പ്രതിരോധം കുറയ്ക്കുന്ന രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷെ അത് മാത്രമല്ല കാരണം. ഇപ്പൊ ലൈക്ക് നമുക്ക് ഒരാൾ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ ഉള്ള മറ്റൊരാളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സമ്പർക്കമുണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റീഇൻഫെക്ഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ റൂൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ, ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ്? ഏത് രോഗാണോ ആണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതിനുള്ള അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ്. അതനുസരിച്ച് ആന്റിബാക്ടീരിയൽ മരുന്നുകളോ അല്ലെങ്കിൽ ആന്റി ഫംഗലുകളോ ആന്റി പാരസൈറ്റിക് മെഡിക്കേഷൻസോ ആന്റിവൈറൽസോ ഒക്കെ അത് രോഗനിർണയം ചെയ്തതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. ആൻഡ് അത് തീവ്രത അനുസരിച്ചാണ് നമ്മളത് പുരട്ടുന്ന മരുന്ന് മാത്രം മതിയോ അതോ ഉള്ളിൽ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ശുചിത്വം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ലൈഫ് സ്റ്റൈൽ ചോയ്സ്, ഹൈജീനും തുണി ഉണക്കുന്നതും, പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രമേഹം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ, ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? മിക്കവാറും ആളുകൾക്ക് തുടക്കത്തിലേ വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ചുമപ്പാണ്. അപ്പം ചുമന്ന പാടുകളായിട്ടാണ് യൂഷ്വലി കാണുന്നത്. ഇനി ഫംഗൽ ഇൻഫെക്ഷൻസിനകത്തും പാരസൈറ്റിക് ഇൻഫെക്ഷൻസിനകത്തും രോഗിക്ക് മിക്കവാറും അസഹ്യമായ ചൊറിച്ചിലും കൂടെ അനുഭവപ്പെടും. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പൊരിച്ചിലും ഒക്കെ കാണും. പക്ഷെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മിക്കവാറും വരുന്നത് വേദനയായിട്ടോ അല്ലെങ്കിൽ നീരായിട്ടോ അതിനോടനുബന്ധിച്ച് പനിയായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പഴുപ്പ് നിറഞ്ഞ കുമിളകളോ അല്ലെങ്കിൽ പഴുപ്പൊലിക്കുന്ന മുറിവുകളോ ആയിട്ട് പ്രത്യക്ഷപ്പെടാം. ഈ വൈറൽ ഇൻഫെക്ഷൻസ് സാധാരണ ചിക്കൻ ബോക്സ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, ഹെർപ്പിസ്, അതെല്ലാം കുമിളകളായിട്ടാണ് യൂഷ്വലി കാണുന്നത്. അപ്പോൾ ഡോക്ടർ, ഇത് എങ്ങനെയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് ലാബ് ടെസ്റ്റ് വേണോ അതോ നമുക്ക് ജസ്റ്റ് ഫിസിക്കലി കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ? സാധാരണ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യനോ രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെ, അതായത് പാടിന്റെ വലിപ്പം, അതിന്റെ രൂപം, അതിന്റെ വ്യാപനം, അതൊക്കെ വെച്ച് തന്നെ രോഗനിർണയം ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പലതരം ഇൻവെസ്റ്റിഗേഷൻസ് അവൈലബിൾ ആണ്. ഫംഗൽ ഇൻഫെക്ഷൻസിനാണെങ്കിൽ ഫംഗൽ സ്ക്രേപ്പിംഗ് ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻസിനാണെങ്കിൽ സാങ് സ്മിയർ, ബാക്ടീരിയലിനാണെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്. ഇതിനകത്തെല്ലാം തൊലിയുടെ ചെറിയൊരു ഭാഗം സ്ക്രേപ്പ് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി വ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ബയോപ്സിയും വേണ്ടി വന്നേക്കും. ഡോക്ടർ, യൂഷ്വലി ആൾക്കാർക്ക് ഈ ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള മിത്സോ മിസ്കോൺസെപ്ഷൻസോ ഒക്കെ എന്താണ്? ഇത് സാധാരണയിൽ ചുമന്ന കളർ പാടായിട്ട് വരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ ഇത് അലർജി ആയിട്ടാണ് കാണുന്നത്. ഇൻഫെക്ഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ എസ്പെഷ്യലി നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചിലങ്ങ് കുറയും. അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് അപ്പം തന്നെ മരുന്ന് നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് റിക്കറന്റ് ആയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഇടുമ്പോൾ ഒരു താൽക്കാലികമായ രോഗശമനം വരും. അപ്പം അതുമൂലം രോഗികൾ കണ്ടിന്യൂസ്ലി സ്റ്റീറോയിഡ് ഈവൻ ഫംഗൽ ഇൻഫെക്ഷൻസിന് പോലും ഉപയോഗിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ ഇത് എസ്പെഷ്യലി ഒരു ഇൻഫെക്ഷന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്റ്റീറോയിഡ് പ്രതിരോധം കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. അത് ഉപയോഗിക്കുമ്പോൾ റെസിസ്റ്റൻസ് വരാം, രോഗം കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പോരാത്തിന് നിരന്തരമായി സ്റ്റീറോയിഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ തൊലിയുടെ കട്ടിയൊക്കെ കുറഞ്ഞ് സ്റ്റീറോയിഡിൻ്റെതായ പാർശ്വഫലങ്ങൾ കുറേ എണ്ണമുണ്ട്. പിന്നെ വെളുത്ത കുഴിഞ്ഞ പാടുകളായിട്ടൊക്കെ വരാൻ സാധ്യതയാണ്. താങ്ക് യു ഡോക്ടർ. ഒരു ചെറിയ സ്കിൻ ഇച്ചിങ് ആണെങ്കിൽ പോലും ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് യൂസ് ചെയ്ത് അത് ഇഗ്നോർ ചെയ്യാതെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിന്റെ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവും.